ശ്രീനാരായണ ഗുരുദേവ കൃതി സദാശിവ ദർശനം ലഘുവ്യാഖ്യാനം. ബ്രഹ്മശ്രീ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൽ നിന്ന് 10 ശ്ലോകങ്ങളടങ്ങുന്ന ഒരു ശിവസ്തോത്രമാണ് സദാശിവ ദർശനം. സദാ മംഗളസ്വരൂപമായി വിളങ്ങുന്ന പരമാത്മാവിൻ്റെ പ്രതീകമായി ശിവനെ ഇഷ്ടദേവതാ രൂപത്തിൽ അംഗീകരിച്ച് ഈ സ്തോത്രം കൊണ്ട് ഉപാസിക്കാവുന്നതാണ്. ഇഷ്ടദേവങ്കൽ ഏകാഗ്രപ്പെടുന്ന മനസ്സ് ബ്രഹ്മദർശനത്തിന് കരുത്തുറ്റതായിത്തീരും. മനസ്സിൻ്റെ വിഷയവാസന നശിപ്പിച്ച് സദാശിവ സ്വരൂപത്തിൽ ഭക്തി വളർത്തി സത്യസ്വരൂപത്തോട് ഇണക്കി ചേർക്കണമെന്നാണ് 1-ാം പദ്യത്തിൽ തന്നെ ഭക്തൻ ആവശ്യപ്പെടുന്നത്. ശ്ലോകം 1. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെയറ്റിണങ്ങി നിൽക്കുമുൽക്കുരുന്നുരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലന്നുമിന്നുമിന്നിണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. ഇതിലെ വാക്യാർത്ഥം ഇപ്രകാരമാണ്. മണം തുടങ്ങി എണ്ണി, ഗന്ധം തുടങ്ങി ജ്ഞാനേന്ദ്രിയം ഓരോന്നും വേറെ വേറെയായി, മണ്ണിലുണ്ണുമൊക്കെ ജഡങ്ങളെ പിന്തുടർന്ന് അനുഭവിക്കുന്ന വിഷയങ്ങളെല്ലാം അറ്റ് അകന്നു മാറി ഇണങ്ങി നിൽക്കും ഭഗവത് ധ്യാനത്തിൽ ഏകാഗ്രപ്പെട്ടു നിൽക്കുന്ന ഉൾക്കുരുന്ന് ഭക്തിഭാവന നിർഭരമായ മനസ്സിനെ ഉരുക്കി സമാധ്യ അനുഭവത്തിൽ അലിയിച്ച് നെക്കി നക്കിടും അല്പാൽപമായി തന്നിൽ ലയിപ്പിക്കുന്ന. ഈ പദ്യത്തിൻ്റെ ഭാവാർത്ഥം: ജ്ഞാനേന്ദ്രിയങ്ങൾ ഓരോന്നും വേറെ വേറെയായി ജഡങ്ങളെ പിന്തുടർന്ന് അനുഭവിക്കുന്ന വിഷയങ്ങളെല്ലാം അകന്നു മാറി ധ്യാനത്തിൽ ഏകാഗ്രപ്പെട്ട് നിൽക്കുന്ന മനസ്സിനെ സമാധി അനുഭവത്തിൽ അലിയിച്ച് തന്നിൽ ലയിപ്പിക്കുന്ന ആനന്ദ സാന്ദ്രമായ ഭഗവത് സ്വരൂപത്തിൽ ഒരിടത്തും അമംഗളങ്ങളില്ല. അത് സദാ ശുദ്ധമാണ്. സഗുണമായാലും നിർഗുണമായാലും സമാധി അനുഭവത്തിൽ മാത്രമേ ഭഗവത് സ്വരൂപം പ്രത്യക്ഷമായി അനുഭവപ്പെടൂ. ധ്യാനനിഷ്ഠയിൽ അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന മനസ്സിന് മാത്രമേ സമാധി സാധ്യമാവൂ. മനസ്സിന് ഏകാഗ്രത കിട്ടണമെങ്കിൽ ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളായ ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം ഇവയുടെ പിന്നാലെയുള്ള പാച്ചിൽ അവസാനിക്കണം. ഇങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം, മനസ്സിൻ്റെ അന്തർമുഖമായ ഏകാഗ്രത, സമാധ്യ അനുഭവം ഇവ ക്രമമായി സാധിച്ചാൽ സഗുണമായോ നിർഗുണമായോ ഈശ്വര രൂപം തെളിയും. എങ്ങനെ തെളിയും? ആനന്ദ സാന്ദ്രമായി തെളിയും. ഒരിക്കലും ഒരിടത്തും കളങ്കം പുരളാത്ത സദാശിവ രൂപമാണ് ഭഗവാന്റേത് എന്ന് തെളിയും. സുഖാനുഭവം അവിടെ പൂർണ്ണമാകും. അപ്പോൾ സമാധ്യ അനുഭവത്തിലാണ് ഭഗവത് രൂപം തെളിയുന്നത്. പൂർണ്ണ സുഖാനുഭവമാണ് പ്രയോജനം. തനിക്ക് അത് അനുഭവപ്പെടുമാറാകണം എന്നാണ് ഭക്തന്റെ ആഗ്രഹം. ഇഷ്ടദേവനായ സദാശിവന്റെ രൂപത്തിൽ പല കളങ്കങ്ങളും കാണാനുണ്ടല്ലോ. അപ്പോൾ ഭഗവത് രൂപം സർവമംഗളമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇതിനു മറുപടിയായിട്ടാണ് അടുത്ത പദ്യം. ശ്ലോകം 2. കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടരും കളങ്കമുണ്ട കണ്ടനെങ്കിലും കനിഞ്ഞു കൊള്ളുവാൻ ഇളം പിറക്കൊഴുന്നിരുന്നു മിന്നുമുന്നതത്തല കുളം കവിഞ്ഞ കോമളക്കുടം ചുവന്ന കുഞ്ചരം. വാക്യാർത്ഥം ഇപ്രകാരം:
കളം കഴുത്ത്. കറുത്ത കൊണ്ടലുണ്ട്, കാർമേഘം പോലെ ഇരുണ്ടു കാണുന്നു. ഇരുണ്ട കൊണ്ട, അതുപോലെ കറുത്ത ജടയും കാണുവാനുണ്ട്. കണ്ട്, ഇത് രണ്ടും കണ്ടാൽ. ഏഴും കളങ്കമുണ്ട കണ്ടനെങ്കിലും വർദ്ധിച്ച കളങ്കം അകത്താക്കിയ കഴുത്തോടു കൂടിയവനാണെന്ന് തോന്നാമെങ്കിലും കനിഞ്ഞുകൊള്ളുവാൻ കാരുണ്യത്തിന് ഇരിപ്പിടമാണെന്ന് തെളിയിക്കാൻ ഇളം പിറക്കൊരുന്നിരുന്നു മിന്നും ചന്ദ്രക്കലയായ കൊഴുന്നു ചൂടി വിളങ്ങുന്ന ഉന്നതത്തല കുളം കവിഞ്ഞ ഉന്നത ശിരസാകുന്ന പൊയ്ക ഗംഗാജലം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുന്ന കോമളക്കുടം ഭഗവാന്റെ സുന്ദര രൂപം. ചുവന്ന കുഞ്ചരം ചുവന്ന ഒരു മതയാനെ പോലെ ശോഭിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം: കഴുത്ത് കാർമേഘം പോലെ ഇരുണ്ടു കാണുന്നു, അതുപോലെ കറുത്ത ജടയും കാണുവാനുണ്ട്. ഇത് രണ്ടും കണ്ടാൽ വർദ്ധിച്ച കളങ്കം അകത്താക്കിയ കഴുത്തോടു കൂടിയവനാണെന്ന് തോന്നാമെങ്കിലും കാരുണ്യത്തിന് ഇരിപ്പിടമാണെന്ന് തെളിയിക്കാൻ ചന്ദ്രക്കലയായ കൊഴുത്തു ചൂടി വിളങ്ങുന്ന ഉന്നത ശിരസാകുന്ന പൊയ്ക ഗംഗാജലം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ സുന്ദര രൂപം ചുവന്ന ഒരു മതയാനെ പോലെ ശോഭിക്കുന്നു. ചുവന്ന കുഞ്ചരം. കഴുത്തിലെ കറുപ്പും ജടയുടെ കറുപ്പും വെറും ബാഹ്യമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ ചന്ദ്രക്കലയും ഗംഗയും ധരിച്ചു ഭഗവാൻ സദാ കാരുണ്യമൂർത്തിയായി വിളങ്ങുന്നത് കാണാൻ കഴിയും. തുമ്പിക്കൈ പോലെയാണ് അമ്പിളി. ആനയുടെ മദജലം പോലെയാണ് ഗംഗാജലം. ശിവന്റെ സ്വരൂപം ജവാകുസുമം പോലെ ചുവപ്പ് നിറമുള്ളതാണെന്ന് ഗുരുദേവൻ തന്നെ ശിവശതകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചുവന്ന കുഞ്ചരമാണെന്ന് കൽപ്പിച്ചിരിക്കുന്നത്. പരമാത്മ സ്വരൂപവും പുറവേ പ്രപഞ്ചമാകുന്ന കളങ്കമുള്ളതുപോലെ കാണപ്പെടുന്നുണ്ടെങ്കിലും അകമേ ആനന്ദ സ്വരൂപമാണെന്നാണല്ലോ പ്രസിദ്ധി. സംഹാര സ്വഭാവമായിട്ടുള്ള സംസാരം കടന്ന് ഭഗവത് സന്നിധിയിൽ എത്തി അറിവ് പൂർണ്ണമാക്കാൻ അനുവദിക്കണേ എന്നാണ് ഇനിയും പ്രാർത്ഥന. അടുത്ത ശ്ലോകം. ശ്ലോകം 3. അരം തിളച്ചു പൊങ്ങുമാടലാഴി നീന്തിയേറിയക്കര കടന്നു കണ്ട പോതഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ ചുഴന്നു ചൂഴവും ചൊഴിഞ്ഞിടുന്ന സൂക്തി കണ്ടു കണ്ടിരന്നു നിന്നിടുന്നതൻ മുടിക്കു ചൂടുമീശനെ. വാക്യാർത്ഥം: അരം പരസ്പര വിദ്വേഷം കൊണ്ടുള്ള നാശം. തിളച്ചു പൊങ്ങും, സദാ ബാധിച്ച് കലങ്ങി മറയുന്ന. ആടലാഴി ദുഃഖമയമായ സംസാര സമുദ്രം. അക്കരെ കടന്ന് ജഡബോധം വിട്ട്. കണ്ടപോത് ഭഗവത് സ്വരൂപം കണ്ടെത്തിയപ്പോൾ. അഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ സംസാര ബന്ധമെല്ലാം പോയി മുക്തനായി നിൽക്കുന്ന അവിടുന്ന്. ചുഴന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന, ചുറ്റിലും സർവത്ര വ്യക്തമാക്കിത്തരുന്ന, സൂക്തി കണ്ട് കണ്ട് വിജ്ഞാനം അനുഭവിച്ചനുഭവിച്ച് എൻ മുടിക്കു ചൂടുമീശനെ. ഞാൻ സർവത്ര തലകുനിച്ചു വണങ്ങുന്ന ഭഗവാനെ, ഇരന്നു നിന്നിടുന്നു. എന്നെ പൂർണ്ണമായും അവിടത്തോട് ചേർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം:
പരസ്പരം വിദ്വേഷം കൊണ്ടുള്ള നാശം, സദാ ബാധിച്ച് കലങ്ങിമറിയുന്ന ദുഃഖമയമായ സംസാര സമുദ്രം, ഭഗവത് ഭജനം കൊണ്ട് ഒരുവിധം താണ്ടി ജഡബോധം വിട്ട് ഭഗവത് സ്വരൂപം കണ്ടെത്തിയപ്പോൾ സംസാര ബന്ധമെല്ലാം പോയി മുക്തനായി നിൽക്കുന്ന അവിടുന്ന് ചുറ്റിലും സർവത്ര വ്യക്തമാക്കി തരുന്ന വിജ്ഞാനം അനുഭവിച്ച് ഞാൻ സർവത്ര തലകുനിച്ചു വണങ്ങുന്ന ഭഗവാനെ, എന്നെ പൂർണ്ണമായും അവിടുത്തോട് ചേർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ചൊരിഞ്ഞിടുന്ന സൂക്തി കണ്ട് അരം എന്ന പദത്തിന് നാശം എന്നാണ് അർത്ഥം. പരസ്പര വിദ്വേഷത്തിൽപ്പെട്ട് നശിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഈ മതമാത്സര്യങ്ങൾ കണ്ട് മനം മടുത്ത് വിരക്തി വന്നിട്ടാണ് സത്യാന്വേഷി ഭഗവത് ധ്യാനത്തിലൂടെ ആത്മദർശനത്തിന് മുതിരുന്നത്. ആത്മദർശനം നേടുന്നതോടെ വസ്തുസ്വരൂപത്തിൽ സംസാരത്തിൻ്റെ കളങ്കങ്ങളൊന്നും സ്പർശിച്ചിട്ടേ ഇല്ലെന്ന് തെളിയുന്നു. സമാധിയിലാണല്ലോ ആത്മനിഷ്ഠ കൈവരുന്നത്. സമാധി അനുഭവത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത്ഭുതകരമായ വസ്തുവിജ്ഞാനം വ്യക്തമായ വാക്കുകളിലൂടെ ആരോ യോഗി ചിത്തത്തിന് പകർന്നു കൊടുക്കുന്നതായി അനുഭവിക്കാൻ കഴിയും. ഇങ്ങനെ വാക്കുകളിലൂടെ പകർന്നു കിട്ടുന്ന വസ്തുവിജ്ഞാനത്തെയാണ് ഇവിടെ ചൊരിഞ്ഞിടുന്ന സൂക്തി കണ്ട് എന്ന് ഗുരുദേവൻ വിവരിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വസ്തു ഒന്നേ ഉള്ളൂ. താൻ കടലിലെ തിര പോലെ ആ വസ്തുവിലെ ഒരംശം മാത്രമാണെന്ന് ഭക്തന് തെളിയുന്നു. ഈ അംശഭാവവും മാറി പൂർണ്ണമായും ഭഗവാങ്കൽ അലിഞ്ഞു ചേരാൻ ഇടവരണമെന്നാണ് ഭക്തന്റെ പിന്നത്തെ അപേക്ഷ. സർവഹരമായ കാലത്തിൻ്റെ മുന്നിൽ ഭഗവാൻ അല്ലാതെ മറ്റൊരാശ്രയം ഇല്ലെന്നാണ് ഭക്തൻ വെളിപ്പെടുത്തുന്നത്. ശ്ലോകം 4. ശനൈരുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശനിന്ദുവെന്നു രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടുമങ്ങു മണ്ണോടെണ്ണുമീ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ. ഈ ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം: ദിനം ദിനം, ദിവസം തോറും, ശനൈർ ഉയർന്നുയർന്ന് വന്ന് നിന്ന് കൊന്നു തിന്നിടും, സാവധാനം മാറി മാറി ഉദിച്ചു പൊങ്ങി ജനങ്ങളുടെ ആയസ് അപഹരിച്ചു കൊണ്ടിരിക്കുന്ന ദിനേശനിന്ദുവെന്ന് രണ്ടു കന്തുകം, സൂര്യനെന്നും ചന്ദ്രനെന്നും പറയുന്ന രണ്ട് പന്തുകൾ, അങ്ങ് അവിടുന്ന് മനം കവിഞ്ഞു മാറിയാടും, മനം കുളിർക്കുമാറ് മാറ്റി മാറ്റി അമ്മാനയാടും, ഈ ജനം നിനയ്ക്കുമൊക്കെയും ഈ ലോകരുടെ ഭൗതികങ്ങളായ എല്ലാ അഭിലാഷങ്ങളും മണ്ണോടെണ്ണും, അതിൻ്റെ ഫലമായി മണ്ണടിയും. ആദി ദൈവമേ, പ്രപഞ്ചലീല തുടങ്ങിവെച്ച ആദ്യത്തെ കളിക്കാരനായ അല്ലയോ ഭഗവാനെ, ജയിക്കും, ഒടുവിൽ അങ്ങ് മാത്രം വിജയിച്ചരുളും. ഈ പദ്യത്തിൻ്റെ ഭാവാർത്ഥം: ദിവസം തോറും സാവധാനം മാറി മാറി ഉദിച്ചു പൊങ്ങി ജനങ്ങളുടെ ആയുസ് അപഹരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെന്നും ചന്ദ്രനെന്നും പറയുന്ന രണ്ട് പന്തുകൾ, അവിടുന്ന് മനം കുളിർക്കുമാറ് മാറ്റി മാറ്റി അമ്മാനെ ആടും. ഈ ലോകരുടെ ഭൗതികങ്ങളായി എല്ലാ അഭിലാഷങ്ങളും അതിൻ്റെ ഫലമായി മണ്ണടിയും. പ്രപഞ്ചലീല തുടങ്ങിവെച്ച ആദ്യത്തെ കളിക്കാരനായ അല്ലയോ ഭഗവാനെ, ഒടുവിൽ അങ്ങ് മാത്രം വിജയിച്ചരുളും. മനം കവിഞ്ഞ് മാറിയാടും. സർവഹരമായ കാലത്തെ
ഭഗവാന്റെ അമ്മാനെ ആട്ടമായി മനോഹരമാവണ്ണം ചിത്രീകരിച്ചിരിക്കുകയാണ് ഇവിടെ ഗുരുദേവൻ. ഈ കളി ആദ്യം തുടങ്ങിയ ആളാണ് ഭഗവാൻ. ഇതൊടുങ്ങിയാൽ കളി തുടങ്ങിയ ഭഗവാൻ മാത്രം അവശേഷിക്കും. ഈ അമ്മാനെ ആട്ടത്തിലെ 2 പന്തുകളാണ് സൂര്യനും ചന്ദ്രനും. ഒരു പന്ത് ഉയർന്നു പൊങ്ങുമ്പോൾ മറ്റേ പന്ത് കളിക്കാരൻ്റെ കയ്യിലേക്ക് താണു ചെല്ലും. ഇതാണല്ലോ അമ്മാനയാട്ടം. പകൽ സൂര്യനും രാത്രി ചന്ദ്രനും ഉദിച്ചുയർന്നത് കണ്ടാൽ ഇങ്ങനെ ഈ 2 പന്തുകളും കളിക്കാരനായ ഭഗവാന്റെ കയ്യിൽപ്പെട്ട് ഉയരുകയും താഴുകയും ചെയ്യുകയാണോ എന്ന് തോന്നും. ഈ കളിയുടെ ഫലമായി ഉണ്ടാകുന്ന തോന്നലാണ് കാലം. ഒരു പ്രാവശ്യം ഈ പന്തുകൾ ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ ആയുസ് അത്രയും കുറയുകയാണ്. അതുകൊണ്ടാണ് കൊന്നു തിന്നിടും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തിനേയും കൊന്നു തിന്നുകയാണ് കാലത്തിൻ്റെ സ്വഭാവം. പക്ഷേ ജനങ്ങൾ ഈ കളിയുടെ രഹസ്യം അറിയുന്നില്ല. ഈ ജഡപ്രപഞ്ചം സത്യമെന്ന് ഭ്രമിച്ച് ഇവിടെ പലതും നേടാൻ കൊതിക്കുകയാണ്. ഈ കളി തുടങ്ങി വച്ച സത്യത്തെ അവർ അറിയാൻ യത്നിക്കുന്നതേയില്ല. ഒടുവിൽ അവരുടെ ജീവിതത്തിന് കാര്യമായ ധന്യതയൊന്നും കിട്ടാതെ നിരവധി അഭിലാഷങ്ങളുമായി മരിച്ചു മണ്ണടിയാനും ഇടവരുന്നു. ജീവിതം ഇങ്ങനെ വ്യർത്ഥമാകാൻ ഇടയാകാതെ സത്യം തിരയാൻ അവസരമുണ്ടാകണമെന്ന് ധ്വനി. ജീവിതം ജഡങ്ങളുടെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് അധന്യമാക്കാതിരിക്കണമെങ്കിൽ ശിവസ്വരൂപമായ പരമസത്യം തിരയുകയും കണ്ടെത്തി ആ സത്യം താൻ തന്നെയാണെന്ന് അനുഭവിച്ചറിയുകയും വേണം. ഇതല്ലാതെ രണ്ടാമതൊരു വഴിയും ഇല്ല. ഇക്കാര്യമാണ് 5-ാം പദ്യം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശ്ലോകം 5. ദൈവമേ നിനയ്ക്ക നീയും ഞാനുമൊന്നു തന്നെയെന്നു കൈവരുന്നതിന്നതെന്നീ അടിയനില്ല കാംക്ഷിതം. ശൈവമൊന്നൊഴിഞ്ഞു മറ്റുമുള്ളതൊക്കെ അങ്ങുമിങ്ങു മായി വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനയ്ക്കൽ നീ. വാക്യാർത്ഥം. ദൈവമേ, അല്ലയോ ഭഗവാൻ, നിനക്ക് അവിടുന്ന് അറിയുക, നീയും ഞാനും ഒന്ന് തന്നെ, അങ്ങും ഈ ഭക്തനും ഒരേ ബ്രഹ്മവസ്തു തന്നെ എന്നു കൈവരുന്ന തിന്നിതെന്നി എന്നനുഭവിച്ചറിയാറാകണമെന്നതിൽ കവിഞ്ഞ് കാംക്ഷിതം മറ്റൊരാഗ്രഹവും അടിയനില്ല, ഈ ഭക്തനില്ല. ശൈവമൊന്നൊഴിഞ്ഞ് മംഗളസ്വരൂപമായ പരമസത്യത്തെ കണ്ടെത്തുകയല്ലാതെ മറ്റുള്ളതൊക്കെ സ്വർഗപ്രാപ്തി തുടങ്ങിയ ഭൗതിക കാമങ്ങൾ കൊതിക്കുന്നതൊക്കെ അങ്ങുമിങ്ങുമായി വലഞ്ഞിടുന്ന വഴി ജനിച്ചും മരിച്ചും പല ലോകങ്ങളിൽ ദുഃഖിച്ചു കഴിയാനുള്ള മാർഗമാണ്. അതും നിനക്കിൽ നീ ആലോചിച്ചാൽ അതുമൊക്കെ അങ്ങയുടെ കളി തന്നെയാണ്. ഈ പദ്യത്തിൻ്റെ ഭാവാർത്ഥം. അല്ലയോ ഭഗവാൻ, അവിടുന്ന് അറിയുക, അങ്ങും ഈ ഭക്തനും ഒരേ ബ്രഹ്മവസ്തു തന്നെ എന്ന് അനുഭവിച്ചറിയാറാകണമെന്നതിൽ കവിഞ്ഞ് മറ്റൊരാഗ്രഹവും ഈ ഭക്തനില്ല. മംഗളസ്വരൂപമായ പരമസത്യത്തെ കണ്ടെത്തുകയല്ലാതെ സ്വർഗപ്രാപ്തി തുടങ്ങിയ ഭൗതിക കാമങ്ങൾ കൊതിക്കുന്നതൊക്കെ ജനിച്ചും മരിച്ചും പല ലോകങ്ങളിലും ദുഃഖിച്ചു കഴിയാനുള്ള മാർഗമാണ്. ആലോചിച്ചാൽ അതുമൊക്കെ അങ്ങയുടെ കളി തന്നെയാണ്. അതും നിനക്കിൽ നീ. ധ്യാനത്തിനായി ഇഷ്ടദേവതാരൂപം എന്തു തന്നെ അംഗീകരിച്ചാലും അത് ബ്രഹ്മപ്രതീകമാണെന്ന് അറിയണം.
ഞാൻ ബ്രഹ്മം തന്നെ എന്ന സാക്ഷാത്കാരമാണ് അതുകൊണ്ട് നേടാനുള്ള പരമലക്ഷ്യമെന്നും ഉറയ്ക്കണം. യഥാർത്ഥത്തിൽ തന്നെ സത്യത്തെ അന്വേഷിക്കുന്ന ഒരുവൻ്റെ ഉപാസനാക്രമം ഇതാണ്. ഈ ക്രമം അംഗീകരിക്കാത്തവർ ഇഷ്ടദേവനെ പ്രത്യേകം ഈശ്വരനായി കരുതി ഉപാസനയിൽ കൂടി ഭൗതിക കാമങ്ങൾ കൊതിക്കുന്നു. സ്വർഗപ്രാപ്തിക്കായും മറ്റും പലതരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു. കർമ്മകാണ്ഡ വേദഭാഗം ഇത്തരം സകാമയജ്ഞങ്ങളുടെ വിവരണം കൊണ്ട് നിറഞ്ഞതാണ്. ഭൗതിക കാമങ്ങൾക്കായി ദേവഭജനം ചെയ്യുന്നവർക്ക് ആ കാമങ്ങൾ നേടാൻ കഴിയും. സ്വർഗം കൊതിക്കുന്നവർക്ക് അത് കിട്ടും. പക്ഷേ ഇത്തരം ഭൗതിക ഫലങ്ങളെല്ലാം ക്ഷണഭംഗുരങ്ങളാണ്. ഫലാനുഭവത്തിനായി അത് കൊതിക്കുന്നവർക്കും പല ലോകങ്ങളിലും ചുറ്റിത്തിരിയേണ്ടി വരും. അങ്ങനെ ജനനമരണ ചക്രത്തിൽ അനവരതം ചുഴലേണ്ടതായും വരും. സകാമികളായ ഉപാസകന്മാരുടെ ഈ വിഷയഗതി ഗീതയിലും മറ്റും വിശദമായി വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഭക്തൻ മംഗളസ്വരൂപിയായ ഭഗവാനെ പ്രാപിക്കുക മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ പദ്യത്തിലെ ശൈവപദത്തിന് മംഗളസ്വരൂപിയായ പരമാത്മാവിനെ സംബന്ധിച്ച മാർഗമെന്നോ അഥവാ ശിവഭജനം വഴി പരമാത്മപ്രാപ്തിക്കുള്ള മാർഗമെന്നോ അർത്ഥം പറയാവുന്നതാണ്. പരമാത്മ പ്രതീകമായി ഒരു ഇഷ്ടദേവനെ അംഗീകരിച്ചാൽ തനിക്ക് സർവവും ആ ദേവൻ തന്നെയാണെന്ന് ഭാവന ചെയ്തു വേണം ഉപാസിക്കാൻ. എങ്കിലേ ഏകാഗ്രത സാധ്യമാവൂ. ആ ഉപാസന സമ്പ്രദായമാണ് അടുത്ത പദ്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശ്ലോകം 6. നിനക്കിലിന്തു ചൂടനൊന്നു തന്നെ നീ ഒഴിഞ്ഞു മറ്റെനിക്കു ദൈവമില്ല പൊൻവിളക്കിളയ്ക്കുമാഴിയേ മനം തുടങ്ങി എണ്ണുമെണ്ണമൊക്കെ നെക്കി നക്കിടും കനം കുറഞ്ഞ മേനിയെ കനിഞ്ഞു വന്ന കന്നലേ. വാക്യാർത്ഥം ഇപ്രകാരമാണ്. പൊൻവിളക്കിളയ്ക്കുമാഴിയെ, സ്വർണപ്രഭ വിതറുന്ന ശുദ്ധമായ ദീപത്തിൻ്റെ കാന്തിയെപ്പോലും തരം താഴ്ത്തുന്ന മട്ടിൽ അഗ്നിജ്വാല പോലെ തിളങ്ങുന്ന അല്ലയോ ഭഗവാൻ, നിനക്കിൽ ആലോചിച്ചാൽ ഇന്ദു ചൂടനൊന്നു തന്നെ തലയിൽ ചന്ദ്രക്കല ചൂടിയ ഭഗവാൻ മാത്രമാണ്. നീ ഒഴിഞ്ഞ് അങ്ങല്ലാതെ മറ്റെനിക്കു ദൈവമില്ല, വേറെ എനിക്ക് ഈശ്വരനില്ല. മനം തുടങ്ങി മനസ്സ് മുതലായി എണ്ണുമെണ്ണമൊക്കെ മാറി മാറി വരുന്ന എല്ലാ ജഡസങ്കല്പങ്ങളെയും നെക്കി നക്കിടും കുറേശ്ശെ തന്നിൽ അലിയിച്ചു ചേർക്കുന്ന കനം കുറഞ്ഞ മേനിയെ, ഭാരമറ്റു ശാന്തി നിറഞ്ഞ സ്വരൂപത്തോടു കൂടിയവനെ, കനിഞ്ഞു വന്ന കന്നലെ, അലിഞ്ഞ കൽക്കണ്ടം പോലെ കാരുണ്യം ചൊരിഞ്ഞു മാധുര്യമേന്തി വരുന്ന ഭഗവാനെ അവിടുന്ന് രക്ഷിക്കണം. ഈ പദ്യത്തിൻ്റെ ഭാവാർത്ഥം: സ്വർണപ്രഭ വിതറുന്ന ശുദ്ധമായ ദീപത്തിൻ്റെ കാന്തിയെപ്പോലും തഴം താഴ്ത്തുന്ന മട്ടിൽ അഗ്നിജ്വാല പോലെ തിളങ്ങുന്ന അല്ലയോ ഭഗവാൻ, ആലോചിച്ചാൽ തലയിൽ ചന്ദ്രക്കല ചൂടിയ ഭഗവാൻ മാത്രമാണ്. അങ്ങല്ലാതെ വേറെ എനിക്ക് ഈശ്വരനില്ല. മനസ്സ് മുതലായി മാറി മാറി വരുന്ന എല്ലാ ജഡസങ്കല്പങ്ങളെയും കുറേശ്ശെ തന്നിൽ അലിയിച്ചു ചേർക്കുന്ന ഭാരമറ്റ് ശാന്തി നിറഞ്ഞ സ്വരൂപത്തോടു കൂടിയവനെ, അലിഞ്ഞ കൽക്കണ്ടം പോലെ കാരുണ്യം ചൊരിഞ്ഞു മാധുര്യമേന്തി വരുന്ന ഭഗവാനെ അവിടുന്ന് രക്ഷിക്കണം. കനിഞ്ഞു വന്ന കന്നലെ. കന്നൽ പദത്തിന് കൽക്കണ്ടം, ശർക്കര, കരിമ്പ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ മൂന്നിൽ ഏതർത്ഥം സ്വീകരിച്ചാലും ഇവിടെ വിരോധമില്ല.
ഗുരുദേവൻ തൻ്റെ കൃതികളിൽ ഭഗവത് സ്വരൂപത്തെ മധുര പദാർത്ഥങ്ങളുടെ പേര് ചൊല്ലി സംബോധന ചെയ്യുന്നത് പതിവാണ്. ആത്മാനുഭൂതിയിൽ ഉണ്ടാകുന്ന ആനന്ദ അതിശയത്തെ സൂചിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആഴി എന്നതിന് അഗ്നിശിഖ എന്നാണ് അർത്ഥം. സവികൽപ്പ സമാധിയിൽ ആത്മാവ് നിശ്ചലമായ ദീപം പോലെ വിളങ്ങുന്നതായി കാണാറാകുമെന്ന് ശാസ്ത്രനിർണയം. സഗുണദേവ സ്വരൂപമാണ് തെളിയുന്നതെങ്കിൽ അതിൻ്റെ തേജോമയത്വം കാണിക്കാനാണ് ഈ പദം പ്രയോഗിച്ചിരിക്കുന്നത്. മനം തുടങ്ങി എണ്ണമൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മനസ്സ്, അഹങ്കാരം, ചിത്തം, ബുദ്ധി എന്നീ അന്ധഃകരണ ഘടകങ്ങളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സമാധി അനുഭവത്തിൽ ഈ അന്ധഃകരണ ഘടകങ്ങളെല്ലാം മിക്കവാറും ആത്മസ്വരൂപത്തിൽ ലയിച്ചു ചേരുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഈ ലയിച്ചു ചേരലിനെ കുറിക്കാൻ നെക്കി നക്കിടും എന്ന മലയാള പദപ്രയോഗം അനുഭൂതിയുടെ മാധുര്യം നിറഞ്ഞു തുളുമ്പുന്നതാണ്. ഈ സ്തോത്രത്തിലെ 1-ാം പദ്യത്തിൽ തന്നെ ഗുരുദേവൻ ഈ പദപ്രയോഗം നടത്തിയിട്ടുമുണ്ട്. അന്ധഃകരണ ഘടകങ്ങളെല്ലാം ആത്മസ്വരൂപത്തിൽ അലിഞ്ഞു ചേർന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഈ ആത്മാനുഭവം സംസാരഭാരം മുഴുവൻ ഒഴിച്ചു മാറ്റി ശാന്തിയെ പ്രദാനം ചെയ്യുന്നതാണെന്ന് പ്രസിദ്ധമാണല്ലോ. അതുകൊണ്ടാണ് കനം കുറഞ്ഞ മേനി എന്ന് പറഞ്ഞിരിക്കുന്നത്. തല്ലാഘവം പറകിൽ ഇല്ലാരണം എന്ന് ഗുരുദേവൻ ജനനി നവരത്ന മഞ്ജരിയിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നന്ന്. ഭഗവാൻ ദേവിയോട് കാണിക്കുന്ന വാത്സല്യം തന്നിലും കാട്ടണമെന്നാണ് വീണ്ടും അഭ്യർത്ഥിക്കുന്നത്. അടുത്ത ശ്ലോകം 7. നിലം നിലിംബരാറു പാമ്പെലും പൊടമ്പിളിക്കല തിലം വിളങ്ങിടുന്ന ചെഞ്ചിടക്കിടക്കണഞ്ഞിടും ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്കു കുമ്പിടും പടിക്കിനി കനിഞ്ഞു കൂറു നീ. ഈ ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം: നിലം അകവശം, നിലിംപരാറ് ദേവഗംഗ, പാമ്പെലും പോട് അമ്പിളി കലത്തിലും പാമ്പ് എള്ളോളം ചന്ദ്രക്കല, വിളങ്ങിടുന്ന ഇവയെല്ലാം കൊണ്ട് ശോഭിക്കുന്ന ചെഞ്ചടക്കിടയ്ക്ക് ചെമ്പിച്ച ജടയുടെ മധ്യത്തെ ചിലങ്ക കണ്ട് കാൽ ചിലങ്ക കണ്ടിട്ട് ചഞ്ചലപ്പെടും സംശയിച്ചു നിൽക്കെ അണഞ്ഞിടും മുഖം നെറ്റിത്തടത്തിൽ ഉമ്മ വയ്ക്കാനെത്തുന്ന പാർവതിയുടെ മുഖം മലർന്ന പൂങ്കുലയ്ക്ക് മലർന്ന പൂങ്കുല പോലെ ഉയർത്തിയ മനോഹരങ്ങളായ ഭഗവാന്റെ കൈത്തലങ്ങളിലേക്ക് കുമ്പിടും പടിക്ക് നമിക്കാൻ ഇടയാകത്തക്കവണ്ണം എത്രമാത്രം വാത്സല്യമാണോ പ്രകടമാക്കുന്നത്, ഇനി കനിഞ്ഞ് അത്രമാത്രം വാത്സല്യം പ്രകടമാക്കി നീ കൂറ് അവിടുന്ന് അനുഗ്രഹിക്കുക. ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം: അകവശം ദേവഗംഗ, പാമ്പ്, എള്ളോളം ചന്ദ്രക്കല, ഇവയെല്ലാം കൊണ്ട് ശോഭിക്കുന്ന ചെമ്പിച്ച ജടയുടെ മധ്യത്തെ കാൽച്ചിലങ്ക കണ്ടിട്ട് സംശയിച്ചു നിൽക്കെ നെറ്റിത്തടത്തിൽ ഉമ്മ വയ്ക്കാനെത്തുന്ന പാർവതിയുടെ മുഖം മലർന്ന പൂങ്കുല പോലെ ഉയർത്തിയ മനോഹരങ്ങളായ ഭഗവാന്റെ കൈത്തലങ്ങളിലേക്ക് നമിക്കാൻ ഇടയാകത്തക്കവണ്ണം എത്രമാത്രം വാത്സല്യമാണോ പ്രകടമാക്കുന്നത് അത്രമാത്രം വാത്സല്യം പ്രകടമാക്കി അവിടുന്ന് അനുഗ്രഹിക്കുക. മലർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടും പടിക്ക്.
ഉള്ളിൽ ദേവഗംഗ തുടങ്ങിയ പലതും ഒളിഞ്ഞിരിപ്പുണ്ട് ഭഗവാന്റെ ചെമ്പിച്ച ജടയിൽ. ഇതൊന്നും അറിയാതെ പാർവതി ദേവി പ്രേമ പാരവശ്യത്തോട് ഭഗവാന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വയ്ക്കാനായി മുഖം കുനിച്ചടുക്കും. അപ്പോഴാണ് ജടയ്ക്കിടയ്ക്ക് കാൽച്ചിലങ്ക കാണാൻ ഇടയാകുന്നത്. ഭഗവാന്റെ ജടയ്ക്കിടയ്ക്ക് ഒളിച്ചിരിക്കുന്ന ദേവഗംഗ ഭഗവതിയുടെ കാൽച്ചിലങ്കയാണ് കാണപ്പെടുന്നത്. ഒരു ഭാര്യയ്ക്ക് മറ്റെന്തിനേക്കാളും അസഹ്യമാണ് ഭർതൃസവിധത്തിൽ സപത്നി സാന്നിധ്യം. ഇവിടെ വിശേഷിച്ചും തലയിൽ തന്നെ താമസമാക്കിയിരിക്കുന്ന സപത്നിയുടെ സാന്നിധ്യം. ഈ കാഴ്ച ദേവിയെ സംശയഗ്രസ്തയാക്കി. ഉമ്മ വയ്ക്കാനെത്തിയ മുഖം അറച്ച നിലയായി. ഭഗവാന് കാര്യം മനസ്സിലായി. പെട്ടെന്ന് 2 കൈകളും ഉയർത്തി ദേവിയുടെ മുഖം ഗ്രഹിച്ചു. മനോഹരങ്ങളായ വിരലുകൾ വിടർത്തിയ ആ കൈകൾ ഒരുമിച്ച് ചേർത്തുയർത്തിയപ്പോൾ മലർന്ന പൂങ്കുല പോലെ അത് ശോഭിച്ചു. ദേവിയുടെ മുഖം ആ പൂങ്കുലയിലേക്ക് കുമ്പിടുന്നതാണ്. ഇങ്ങനെ പ്രാണപ്രിയതമയിൽ ചൊരിയുന്ന ആ വാത്സല്യത്തിൽ കുറച്ച് തന്നിലും ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമെന്നാണ് ഭക്തൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തിൽ സർവത്ര നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന തേജോമയമായ ഭഗവത് സ്വരൂപത്തിന് തുല്യമായി ഈ ലോകത്ത് മറ്റൊന്നും തന്നെ ഇല്ലെന്നാണ് ഇനിയും ഭക്തൻ വെളിപ്പെടുത്തുന്നത്. ശ്ലോകം 8. കനിഞ്ഞു മണ്ണും അപ്പുമപ്പുറം കലർന്ന കാറ്റൊടങ്ങണഞ്ഞു വിണ്ണിലന്നുമിന്നും ഒന്നിരുന്നു മിന്നിടും മണം കലർന്ന മേനിയേതതിന്നു നീ മലർന്നിടും മണിക്കു മാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിതിൽ. ഈ പദ്യത്തിൻ്റെ വാക്യാർത്ഥം: കനിഞ്ഞ് ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട്, മണ്ണുമപ്പുമപ്പുറം ഭൂമിയിലും വെള്ളത്തിലും അതിനുമുപരി അഗ്നിയിലും, കലർന്ന കാറ്റൊടങ്ങ് തൊട്ടു നിൽക്കുന്ന കാറ്റിലും, അണഞ്ഞു വിണ്ണിൽ വ്യാപിച്ച് സർവത്ര ആകാശത്തും, അന്നും ഇന്നും എല്ലാ കാലത്തും ഒന്നിരുന്ന് മിന്നിടും, ഒരു മാറ്റവുമില്ലാതെ നിറഞ്ഞു ശോഭിക്കുന്ന, മണം കലർന്ന ആനന്ദസ്വരൂപമായ മേനിയേത്, വസ്തു ഏതാണോ അതിന്നു നീ, അത് തന്നെയാണ് അവിടുന്ന്. മലർന്നിട്ടും മണിക്ക് തടവില്ലാതെ പ്രഭ പരത്തുന്ന രത്നത്തിനു പോലും മാനമില്ല, അങ്ങയോട് സാമ്യമില്ല. ഇതിൽ അങ്ങയുടെ സ്വരൂപത്തിൽ മല്ലിടുന്ന, ലോകത്തെ സദാ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലുമില്ല, അജ്ഞാനമാകുന്ന ഇരുട്ടും അശേഷവും കാണുവാനില്ല. ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം: ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് ഭൂമിയിലും വെള്ളത്തിലും അതിനുപരി അഗ്നിയിലും തൊട്ടു നിൽക്കുന്ന കാറ്റിലും വ്യാപിച്ച് സർവത്ര ആകാശത്തും എല്ലാ കാലത്തും ഒരു മാറ്റവുമില്ലാതെ നിറഞ്ഞു ശോഭിക്കുന്ന ആനന്ദസ്വരൂപമായ വസ്തു ഏതാണോ അത് തന്നെയാണ് അവിടുന്ന്. തടവില്ലാതെ പ്രഭ പരത്തുന്ന രത്നത്തിനു പോലും അങ്ങയോട് സാമ്യമില്ല. അങ്ങയുടെ സ്വരൂപത്തിൽ ലോകത്തെ സദാ ക്ലേശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അജ്ഞാനമാകുന്ന ഇരുട്ടും അശേഷവും
കാണുവാനില്ല. മല്ലിടുന്നൊരല്ലുമില്ലിതിൽ. ബ്രഹ്മസ്വരൂപം സ്വയം പ്രകാശിക്കുന്ന ബോധാനന്ദഘനമായ സത്തയാണ്. അവിടെ അജ്ഞാനത്തിൻ്റെ നിഴൽ പോലും ഇല്ല. മായയും അജ്ഞാനവുമൊക്കെ ജീവാത്മാവിന് വന്നു ചേരുന്ന അപകടങ്ങളാണ്. അവ ഉണ്ടെന്ന് തോന്നുന്നിടത്തോളം സത്യമറിയാൻ യത്നിക്കേണ്ടതാണ്. സത്യസ്വരൂപം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ മായയുമില്ല, അജ്ഞാനവുമില്ല, പ്രപഞ്ചവുമില്ല. ഇതാണ് വേദാന്തത്തിൻ്റെ അന്തിമ സിദ്ധാന്തം. സാക്ഷാത്കരിച്ചാൽ പിന്നെ വസ്തു ഒന്നേ ഉള്ളൂ. ഭൂമിയും വെള്ളവും അഗ്നിയും കാറ്റുമായി കാണപ്പെടുന്നതൊക്കെ അതുതന്നെ. അത് ആകാശത്തിൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. ആകാശമായി കാണപ്പെടുന്നത് വെറും ശൂന്യാകാശമല്ല, ചിദാകാശമാണ്. ചിത്തല്ലാതെ പിന്നെ മറ്റൊന്നും ഇല്ല. അത് സർവത്ര സൂര്യതുല്യം സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നു. അതിനോട് സാമ്യപ്പെടുത്താൻ ഇവിടെ ഒന്നും തന്നെ ഇല്ല. പരമമായ ഈ സാക്ഷാത്കാര രഹസ്യമാണ് ഗുരുദേവൻ വളരെ മനോഹരമായി 8-ാം പദ്യത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇങ്ങനെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ അറിയാതെ വെറും പഞ്ചഭൂത ജഡദർശനങ്ങളെ സത്യമെന്ന് ഹോമിച്ച് സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി കഷ്ടപ്പെടാൻ ഇടയാകരുതേ എന്നാണ് തുടർന്ന് പ്രാർത്ഥിക്കുന്നത്. ശ്ലോകം 9. ഇതിൽ കിടന്നു കേണുവാണു നാൾ കഴിഞ്ഞിടുന്നിനി, ഇതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം. മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാ കനിഞ്ഞു മുൻ, മതിക്കുടം കവിഞ്ഞു പായുമാറു ചൂടിയാടു നീ. ഈ ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം: ഇതിൽ കിടന്ന് സർവത്ര ഭഗവാൻ ഉണ്ടായിട്ടും അറിയാതെ ജഡമയമായ ഈ സംസാര ബന്ധത്തിൽ അകപ്പെട്ട് കേണുവാണ് സദാ ദുഃഖം കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് നാൾ കഴിഞ്ഞിടുന്ന, ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക്, ഈ ഭക്തന്, നിനക്കിൽ ആലോചിച്ചാൽ ഇതിൽ പരം, ഇതിൽ കവിഞ്ഞ് എന്തു സങ്കടം വന്നിടുന്നു. എന്ത് സങ്കടമാണ് വരാനുള്ളത്? മതിക്കൊഴുന്നണിഞ്ഞിടുന്ന, ചന്ദ്രക്കലയാവുന്ന കൊഴുന്നണിഞ്ഞു വിളങ്ങുന്ന മന്നവ പ്രഭോ, കനിഞ്ഞ് കാരുണ്യപൂർവം മുൻമതിക്കുടം, മുൻപിൽ അങ്ങയെ കാത്തു നിൽക്കുന്ന എൻ്റെ ബുദ്ധിയാകുന്ന കലശം കവിഞ്ഞു പായുമാറ്, നിറഞ്ഞു പുറത്തെങ്ങും പരക്കുമാറ് നീ അവിടുന്ന് ചൂടിയാടും ധരിച്ച് നൃത്തം വയ്ക്കൂ. ഈ പദ്യത്തിൻ്റെ ഭാവാർത്ഥം: സർവത്ര ഭഗവാൻ ഉണ്ടായിരുന്നിട്ടും അറിയാതെ ജഡമയമായ ഈ സംസാര ബന്ധത്തിൽ അകപ്പെട്ട് സദാ ദുഃഖം കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭക്തന് ആലോചിച്ചാൽ ഇതിൽ കവിഞ്ഞ് എന്ത് സങ്കടമാണ് വരാനുള്ളത്? ചന്ദ്രക്കലയാകുന്ന കൊഴുന്നണിഞ്ഞു വിളങ്ങുന്ന പ്രഭു, കാരുണ്യപൂർവം മുൻപിൽ അങ്ങയെ കാത്തു നിൽക്കുന്ന എൻ്റെ ബുദ്ധിയാകുന്ന കലശം നിറഞ്ഞ് പുറത്തെങ്ങും പരക്കുമാറ് ധരിച്ച് നൃത്തം വയ്ക്കൂ. മുൻമതിക്കുടം
കവിഞ്ഞു പായുമാറ്. പരബ്രഹ്മ വസ്തു സർവത്ര നിറഞ്ഞു വിളങ്ങുന്നു എങ്കിലും ജഡദർശനങ്ങളിൽ മോഹിച്ചു പോരുന്ന ബുദ്ധിക്ക് ആ സത്യത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇതിന് ഒരു മാർഗമേ ഉള്ളൂ. ബുദ്ധി ആദ്യമായി ഉള്ളിലൊതുക്കി ധ്യാനനിഷ്ഠമാകണം. ഉള്ളിൽ ഒതുങ്ങി ആത്മദർശനത്തിന് കൊതിക്കുന്ന ബുദ്ധിയാണ് ഇവിടുത്തെ മുൻമതി. മുന്നിൽ ഭഗവാനെ കാത്തു നിൽക്കുന്ന ബുദ്ധിയെന്ന് താല്പര്യം. ഏകാഗ്രത വർദ്ധിക്കുന്നതോടെ സാധകന്റെ അന്തർമുഖമായ ബുദ്ധിയിൽ ആത്മാനുഭവം നിറഞ്ഞു കവിയുന്നു. അതാണ് സവികൽപ്പ സമാധ്യ അനുഭവം. തനിക്കതുണ്ടാകണമെന്നാണ് മതിക്കുടം കവിഞ്ഞു എന്ന ഭാഗം കൊണ്ട് ഭക്തൻ പ്രാർത്ഥിച്ചിരിക്കുന്നത്. തുടർന്ന് ശുദ്ധബോധാനുഭവം ഉണ്ടാകും. അതോടെ സർവത്ര ആ സത്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന് അനുഭവിക്കുമാറാകും. ഈ അനുഭവത്തെ ഉദ്ദേശിച്ചാണ് പായുമാറ് ചൂടിയാടു നീ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രണാപാനന്മാരുടെ വിരുദ്ധഗതി തടഞ്ഞ് ഏകീഭവിച്ചാലേ ബ്രഹ്മാനുഭവം സാധ്യമാവൂ എന്നും തന്നെ അതിനാൽ അനുഗ്രഹിക്കണമെന്നുമാണ് ഭക്തൻ അവസാനമായി പ്രാർത്ഥിക്കുന്നത്. ബ്രഹ്മാവും വിഷ്ണുവും അരയന്നത്തിൻ്റെയും പന്നിയുടെയും രൂപത്തിൽ ശിവനെ അന്വേഷിച്ച് പരാജയമടഞ്ഞു എന്ന കഥയും ഈ ശ്ലോകത്തിൽ സൂചിതമായിരിക്കുന്നു. ശ്ലോകം 10. അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമ ശിവായ നായക നമോ നമോ. ഈ ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം: അടിക്ക് ഹൃദയകേന്ദ്രത്തിൽ നിന്നും താഴോട്ട്, പന്നി പോയി പോയി അപാനനാകുന്ന പന്നി കടന്നുപോയി, നിൻമുടിക്ക് ഹൃദയസ്ഥിതനായ ഭഗവാന്റെ മുകൾ ഭാഗത്തേക്ക് ഒരന്നവും പ്രാണനാകുന്ന അരയന്ന പക്ഷിയും പറന്നടുത്ത് പറന്നു വരുന്നത് കണ്ട് അഗ്നിശൈലമേ, അഗ്നിപർവ്വതം പോലെ തേജോമയനായ അല്ലയോ ഭഗവാൻ, നിന്നെ ഇന്നും അങ്ങയെ ഇതുവരെ അടുത്തു കണ്ടതില്ല, അടുത്തു കാണാൻ കഴിഞ്ഞില്ല. നീ അവിടുന്ന് ഉടൻ അധികം താമസിയാതെ ഇന്ദ്രിയങ്ങളോട് ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളോട് ഒപ്പം എന്നെ, ജീവാത്മാവായ എന്നെ എടുത്തു വിഴുങ്ങി തൻ്റെ സ്വരൂപത്തോട് അലിയിച്ചു ചേർത്ത് നടിച്ചിടും, നൃത്തം വയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നായക, നാഥ, ശിവായ നമഃ. മംഗളസ്വരൂപിയായ അങ്ങയ്ക്ക് നമസ്കാരം. നമോ നമഃ. നമസ്കാരം, നമസ്കാരം. ഈ പദ്യത്തിൻ്റെ ഭാവാർത്ഥം: ഹൃദയകേന്ദ്രത്തിൽ നിന്നും താഴോട്ട് അപാനനാകുന്ന പന്നി കടന്നുപോയി. ഹൃദയസ്ഥിതനായ ഭഗവാന്റെ മുകൾ ഭാഗത്തേക്ക് പ്രാണനാകുന്ന അരയെന്ന പക്ഷിയും പറന്നു വരുന്നത് കണ്ടു. അഗ്നിപർവ്വതം പോലെ തേജോമയനായ അല്ലയോ ഭഗവാൻ, അങ്ങയെ ഇതുവരെ അടുത്ത് കാണാൻ കഴിഞ്ഞില്ല. അധികം താമസിയാതെ ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളോടൊപ്പം
ജീവാത്മാവായി എന്നെ അങ്ങയുടെ സ്വരൂപത്തോട് അലിയിച്ചു ചേർത്ത് നൃത്തം വയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മംഗളസ്വരൂപിയായ അങ്ങയ്ക്ക് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. പന്നിയും അന്നവും. ഹൃദയമാണ് ഈശ്വരൻ്റെ അഥവാ ബ്രഹ്മത്തിൻ്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ആദ്യമായി ഈശ്വരനെ കണ്ടെത്തേണ്ടത് അവിടെയാണെന്ന് അർത്ഥം. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ബോധവസ്തുവിൽ നിന്നും അപാനനും പ്രാണനും വേർതിരിഞ്ഞ് ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുന്നതോടെ ദേഹബുദ്ധി വന്നിട്ട് ആത്മാനുഭവം നഷ്ടപ്പെട്ടു പോകുന്നു. വേർതിരിഞ്ഞു വിരുദ്ധ മാർഗങ്ങളിൽ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അപാന വായുവിനെയും പ്രാണവായുവിനെയും ഹൃദയ കേന്ദ്രത്തിൽ ഒരുമിപ്പിച്ച് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ അതോടെ ആനന്ദഘനമായ ആത്മാവ് തെളിയുന്നു. ഇതിനു വേണ്ടിയാണ് യോഗിമാർ പ്രാണായാമം അഭ്യസിക്കുന്നത്. അഭ്യാസ ബലം കൊണ്ട് കുംഭക പ്രാണായാമം നല്ലപോലെ വശപ്പെട്ടാൽ കുണ്ടലിനി പ്രസരത്തോടെ ആത്മാനുഭവം തെളിയുന്നു. കുണ്ടലിനി പ്രസരത്തോടെ ഇന്ദ്രിയങ്ങളും മനസ്സും ശീതളപ്രാണധാരയിൽ അലിഞ്ഞു ചേർന്ന് പ്രാണൻ നാഡികളിൽ നൃത്തം വെച്ച് ദേഹമാസകലം പരക്കുന്നതായി തോന്നും. അക്കാര്യമാണ് വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും എന്ന ഭാവം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കുണ്ടലിനി പ്രസരത്തിൻ്റെ ആരംഭത്തിൽ പ്രാണാഗ്നിയിൽ കർമ്മവാസനകൾ എരിഞ്ഞ് ചാമ്പലാകുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ശിവനെ അഗ്നിശൈലമേ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. അഗ്നിപർവ്വതത്തിൽ നിന്നെന്ന പോലെ മുക്കണ്ണനായ ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട അഗ്നിജാല കാമനെ എരിച്ചു ചാമ്പലാക്കിയ കഥ പ്രസിദ്ധമാണല്ലോ. ദേഹമധ്യത്തിലുള്ള ഹൃദയകേന്ദ്രത്തിൽ നിന്നും താഴോട്ട് പ്രസരിക്കുന്ന പ്രാണനാണ് അപാനൻ. മലമൂത്ര വിസർജനങ്ങൾ അപാന പ്രവർത്തനങ്ങളാണ്. ചെളി നിറഞ്ഞ സ്ഥലങ്ങളിൽ മലിനപദാർത്ഥങ്ങളുമായി ബന്ധപ്പെടുന്ന ജീവിയാണല്ലോ പന്നി. അതുകൊണ്ടാണ് അപാനനെ പന്നിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഹൃദയകേന്ദ്രത്തിൽ നിന്നും ദേഹത്തിൻ്റെ ഉപരിതലത്തിലേക്ക് പ്രസരിക്കുന്ന വായുവാണ് പ്രാണൻ. സൂര്യപ്രകാശം ഉൾക്കൊള്ളുന്നതാണ് പ്രാണൻ. അതുകൊണ്ടിതിനെ മുകളിലേക്ക് പറക്കുന്ന അരയന്നമായി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രാണനും അപാനനും രണ്ട് എതിർ മാർഗങ്ങളിലേക്ക് പാഞ്ഞു പോയതോടെ ഭഗവാനെ ഹൃദയത്തിൽ കാണാതായി. ഇക്കാര്യമാണ് കണ്ടതില്ല നിന്നെ ഇന്നും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ അപാന പ്രാണന്മാരെ ഹൃദയകേന്ദ്രത്തിൽ ഒരുമിപ്പിച്ച് കുണ്ടലിനിയെ ഉയർത്തി കർമ്മവാസനകളെ ദഹിപ്പിച്ച് ശീതളപ്രാണധാരയിൽ മനസ്സ് അലിയിച്ചു ചേർത്ത് തനിക്ക് ആത്മാനുഭവം ഉണ്ടാക്കി തരണേ എന്നാണ് ഭക്തൻ്റെ അപേക്ഷ. അതിനായി ഭക്തൻ ഭഗവാനെ തെരുതരെ നമിക്കുന്നു. ഈ സദാശിവ ദർശനം പ്രദാനം ചെയ്ത ഗുരുവിനെ നമുക്ക് തെരുതരെ നമിക്കാം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതുവരെ ഈ കൃതി ഗ്രഹിക്കാൻ ശ്രമിച്ച ഏവരെയും ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സമാപ്തം.